കേരളത്തിൽ മുഹമ്മദ് നബിയെ പരാമർശിക്കുന്ന ഒരു ചോദ്യം ഒരു കോളേജിലെ പരീക്ഷാ പേപ്പറിൽ, ആ കോളേജിനകത്തുള്ള പരീക്ഷാ പേപ്പറിൽ ഉൾപ്പെടുത്തിയതിന് ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ത്യാഗോജലമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ വീര സവർക്കർ, അദ്ദേഹത്തിന്റെ പേര് ഉത്തരം കിട്ടുന്ന രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കൂടുതൽ ജയിൽവാസം അനുഭവിച്ച ആൾ ആരാണ് എന്ന ചോദ്യം ചോദിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിൽ കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ ഒരു അധ്യാപകനെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത. അപ്പം എന്താണ് കേരളത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ വി ഡി സവർക്കറുടെ പേര് പോലും ആരും പറയാൻ പാടില്ലേ എന്നുള്ള ചോദ്യമാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ നിരവധി പേർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ രണ്ട് ധാരകളുണ്ടായിരുന്നു. കാരണം ഒന്ന്, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സത്യാഗ്രഹമൊക്കെ നടത്തി സ്വാതന്ത്ര്യ സമരവുമായിട്ട് മുന്നോട്ട് പോയൊരു വിഭാഗം ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തണം, കായികമായ സായുധമായ പോരാട്ടം തന്നെ നടത്തണം എന്ന്, അല്ലെങ്കിൽ വിപ്ലവകാരികളായിട്ടുള്ള ആളുകളുടെ ഒരു സംഘമുണ്ടായിരുന്നു. അതും തുടക്കകാലം മുതൽ അവസാനം വരെ ആ പാരമ്പര്യം നീണ്ടു നിന്നിരുന്നു. നമുക്ക് വേണമെങ്കിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്താം. അദ്ദേഹം ഒരു ഭാഗത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു. മറുഭാഗത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സായുധ സമരം വരെ നടത്തിയ ആളുകളാണ്. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വൈവിധ്യമാർന്ന ധാരകളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നമുക്ക് അറിയപ്പെടാവുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരും തന്നെ, അവർക്കൊക്കെ വലിയൊരു നേതാക്കന്മാർ എന്നുള്ള ഒരു പരിഗണനയായിരുന്നു ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്. ഇപ്പം ജവഹർലാൽ നെഹ്റു, അപ്പൊ അദ്ദേഹത്തിന്റെ ഏതാണ്ട് 24 വർഷത്തിന്റെ സമര ജീവിതത്തിനിടയിൽ അദ്ദേഹത്തെ 8-9 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് വലിയ പരിഗണന കൊടുത്തു, പ്രത്യേക റൂം കൊടുത്തിരുന്നു, എല്ലാ സൗകര്യങ്ങളും കൊടുത്തിരുന്നു. തൻ്റെ വീട്ടിൽ താമസിക്കുന്ന പോലുള്ള സൗകര്യങ്ങളാണ് നെഹ്റുവിനൊക്കെ കൊടുത്തിരുന്നത്. ഗാന്ധിജിക്കൊക്കെ തന്നെ നല്ല സൗകര്യങ്ങളാണ്, അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ നല്ല സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. കാരണം ഒരു നേതാക്കന്മാർ എന്നൊരു പരിഗണന അവർക്കൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ജയിൽ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ടാണ് അവരെ ജയിലിൽ പിടിച്ചിരുന്നത്. അപ്പൊ അവർക്ക് സൗകര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം മാത്രമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതല്ല. ഇവരെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് മാത്രമല്ല, അവരെ ശാരീരികമായി ഇല്ലാതാക്കാൻ. കാരണം അവരാണ് വിപ്ലവകാരികൾ, ഈ നാട്ടിന് വേണ്ടി എന്തിനും തയ്യാറായി രംഗത്തിറങ്ങിയ ആളുകളാണ് എന്നതുകൊണ്ട് അവരെ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷ് ഭരണകൂടം ശ്രമിച്ചത്. അപ്പൊ മറ്റുള്ളവർക്ക് ജയിലിലിടുന്ന സമയത്ത് ഇദ്ദേഹത്തെ എന്താ ചെയ്തത്? നാട് കടത്തുകയായിരുന്നു ചെയ്തത്. വീര സവർക്കറെ 2 തവണയാണ്, അദ്ദേഹത്തിന് 2 തവണ നാട് കടത്തുകയാണ് ചെയ്തത്. ആ നാട് കടത്തലിൽ ഏറ്റവും അധികം ഒരു ബ്രിട്ടീഷ് ഭരണകൂടം ഒരാൾക്കെതിരെ എത്രമാത്രം ക്രൂരത നടത്താവോ അത്രമാത്രം ക്രൂരതയായിരുന്നു ഈ സവർക്കർക്ക് നേരെ നടത്തിയത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് നേരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ: ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്തു, ബ്രിട്ടീഷ് ഭരണത്തെ അട്ടിമറിക്കാൻ ഗൂഢാലോചന നടത്തി, നാസി കളക്ടറായിരുന്ന ആർതർ ജാക്സനെ വധിക്കാൻ പ്രേരണ നൽകി തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിരുന്നത്. 25 വർഷം വീതം 2 ജീവപര്യന്തം, അങ്ങനെ 50 വർഷത്തെ തടവിനാണ് അദ്ദേഹത്തെ വിധിച്ചത്. അതിൽ തന്നെ 10 കൊല്ലം ആൻഡമാനിലെ കാലാപാനി സെല്ലുലാർ ജയിലിൽ, 4 കൊല്ലം വിവിധ ജയിലുകൾ: ലണ്ടനിലെ ബ്രിസ്റ്റൺ ജയിലിൽ, ബോംബെയിലെ ഡിംഗ്രി ജയിലിൽ, കൽക്കട്ടയിലെ ആലിപ്പൂർ ജയിൽ, രത്നഗിരി ജയിൽ, പൂനെയിലെ യർവാദ ജയിൽ. പിന്നീട് 13 വർഷം കർശനമായ ഉപാധികളോടെ വീട്ടുതടങ്കൽ. അങ്ങനെ 27 വർഷമാണ് അദ്ദേഹം തടവിൽ കിടന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു വിപ്ലവകാരിയായ ആളോട് ഇവിടുത്തെ ആളുകൾ, ചില ആളുകൾ, കാരണം അവരൊക്കെ തന്നെ അന്ന് പാകിസ്ഥാൻ വേണം എന്ന് പറഞ്ഞ ആളുകളാണ്, അവരുടെ അനുയായികളാണ്. ഇപ്പൊ അവർ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് തങ്ങളുടെ മതപരമായ അസ്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പ്രത്യേക രാജ്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെ വെട്ടിമുറിച്ച ആളുകൾ, ആ ആളുകളുടെ പാരമ്പര്യമാണ് ഇപ്പോൾ പലരും ഉൾക്കൊള്ളുന്നത് എന്നാണ് നമുക്ക് എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് നേരെ ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തോട് പെരുമാറിയത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ആദ്യത്തെ 2 വർഷത്തിൽ മാത്രം ഏകാന്ത തടവ് 15 മാസമായിരുന്നു. ഉയർന്ന ഒരു പൊസിഷനിൽ കൈവിലങ്ങ് ലോക്ക് ചെയ്തിരിക്കാൻ സൗകര്യമില്ലാതെ ഒരിടത്ത് നിർത്തിയത് 63 ദിവസമാണ് അദ്ദേഹത്തെ. ചുമരിൽ ഇങ്ങനെ
കെട്ടി നിർത്തുകയാണ് അദ്ദേഹത്തെ. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിർത്തുകയാണ്. നിൽക്കുന്നിടത്തുനിന്ന് കാലനക്കാൻ അനുവദിക്കാതെ കാൽക്കുഴകളിൽ ഇരുമ്പ് കട്ടകൾ പിടിപ്പിച്ച് നിർത്തിയത് 5 മാസം. നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ സാധ്യമല്ലാത്ത നിലയിൽ കാലുകൾക്ക് കുറുകെ ഇരുമ്പ് കട്ടകൾ ഉപയോഗിച്ച് നിർത്തിയത് 10 ദിവസം. ശാരീരിക ക്ഷമത ആവശ്യമായ ജോലികൾ ചെയ്യിപ്പിക്കുമ്പോഴും ഒരു കുഞ്ഞിന് ആവശ്യമുള്ള അത്രയും ഭക്ഷണം പോലും കൊടുക്കാതിരുന്നത് 24 ദിവസം. തൻ്റെയൊപ്പം വന്നവർക്കൊന്നും ഇല്ലാത്ത ശിക്ഷയാണ് തനിക്കെന്നും ഇത് അനീതിയാണെന്നും തന്നെ രാഷ്ട്രീയ തടവുകാരനായി കാണണമെന്നും സവർക്കർ ബ്രിട്ടീഷുകാർക്ക് കത്തയച്ചു. പലരുടെയും ശിക്ഷാ കാലാവധി കുറച്ച് മോചിപ്പിക്കുമ്പോഴും സവർക്കർക്ക് ഒരു ആനുകൂല്യവും ബ്രിട്ടൻ നൽകിയിരുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇത്രയധികം ക്രൂരത ബ്രിട്ടീഷുകാർ കാണിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് നേരെയാണ് നമ്മുടെ സർക്കാർ. കാരണം എന്താണ്? ആ അധ്യാപകൻ ചോദിച്ചത് ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ആരാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് സർക്കാർ അത് വ്യക്തമാക്കണം. ഇങ്ങനെയല്ല, അദ്ദേഹമല്ല വേറൊരാളാണ് എന്നുള്ളതാണ്. അതല്ല, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ രാജ്യസ്നേഹികൾക്ക് നേരെ ഉയർത്തുന്ന ഒരു ചോദ്യചിഹ്നമാണ് സർക്കാർ. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? അവരെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്. കേരളത്തിലെ മുസ്ലിം ലീഗ് കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പഴയ സർവേന്ത്യ ലീഗല്ല, വിഭജനത്തിന് ഉത്തരവാദികളായ സർവേന്ത്യ ലീഗല്ല. ഞങ്ങൾ പുതിയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണെന്നാണ് അവർ അവകാശപ്പെടുന്നതെങ്കിലും അങ്ങനെയല്ല എന്നുള്ളതാണ് കാരണം അവരത് പറയുന്നത്. കാരണം പലപ്പോഴും പല ഇടതുപക്ഷക്കാരും ഒക്കെ തന്നെ വ്യാപകമായ തോതിൽ സവർക്കർക്കെതിരായിട്ടുള്ളൊരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അത് AG നൂറാനിയെ പോലത്തെ ആളുകളൊക്കെ തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഹോം മെമ്പറായിരുന്ന സർ റെജിനാൾഡ് ക്രാഡോക്ക് അദ്ദേഹം രേഖപ്പെടുത്തിയതിനെ ആസ്പദമാക്കിയാണ്. പക്ഷെ അദ്ദേഹം പൂർണ്ണമായിട്ട് ക്രാഡോക്ക് പറയുന്നുണ്ട് എന്തെന്ന്, ഒരിക്കലും തൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആളായിരുന്നു സവർക്കർ എന്ന് അദ്ദേഹം വളരെ ഇത് വ്യക്തമായിട്ട് പറയുന്നത്. ഇതിൻ്റെയൊക്കെ നിരവധി തെളിവുകളുണ്ട്. അപ്പം ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് സവർക്കറുടെ ഒരു ചോദ്യം ചോദിച്ചതിന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ലേ കേരളം. അപ്പം കേരളത്തിൽ ഇവർക്ക് എന്താണ് ഒരു പ്രത്യേക തരത്തിലുള്ള എന്താണ് അധികാരമുള്ളത്? ഇപ്പം നമ്മൾ വന്ദേമാതരം പാടുന്ന സമയത്ത് പറഞ്ഞു ഞങ്ങൾ വന്ദേമാതരം പാടാൻ തയ്യാറല്ല എന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിലൊരു നിലപാട്, ഒരു ചോദ്യം ചോദിച്ചതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ടെങ്കിൽ അവരെ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അഥവാ തങ്ങൾക്ക് നേരെ നേരത്തെ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തതുപോലെ തന്നെ തങ്ങൾക്ക് നേരെ നടക്കുന്ന രാഷ്ട്രീയ വിമർശനങ്ങളിലൊക്കെ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, അല്ലെങ്കിൽ RSSനും BJPക്കും എതിരായി ശക്തമായ നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിം അനുകൂല നിലപാടെടുക്കുന്ന സർക്കാർ ഞങ്ങളതാണ്. ഇപ്പം CPMനെ വിമർശിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങളാണ് RSSനും BJPക്കും എതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുന്നത് എന്നാണെങ്കിൽ അങ്ങനെയാവും. പക്ഷെ അതിന് എന്തിനാണ് സവർക്കറെ ബലിയാടാക്കുന്നത്, സവർക്കർക്ക് നേരെ ഈ ഒരു നടപടി എടുക്കുന്നത്, അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാർ ഉയർത്തുന്ന ചോദ്യം.